ഹലോ, വെൽക്കം ബാക്ക് ടു ജെനി പ്രൊഫഷണൽ മേക്കപ്പ്. കുറച്ച് അധികം നാളായി ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട്. സോ ഐ തോട്ട് ഓഫ് പോസ്റ്റിംഗ് വൺ. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നല്ല വെഡ്ഡിങ് സീസണായിരുന്നു, ഒരുപാട് ബ്രൈഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇടയിലൊന്നും അപ്ലോഡിങ് എഡിറ്റിംഗ് ഒന്നും നടന്നില്ല. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഡേയിൽ എല്ലാം വെഡ്ഡിങ് ലുക്സ് ആയിരുന്നു, ക്രിസ്ത്യൻ വെഡ്ഡിങ് ലുക്സ്. സോ ബേസിക്കലി ഇപ്പോൾ ബ്രൈഡ്സിന് എല്ലാവർക്കും കൂടുതൽ താല്പര്യം ലൂസ് ഹെയർ സ്റ്റൈലിംഗ് ആണ്. അപ്പോൾ മെയിൻലി വിത്ത് ഗൗൺ അവർ എന്തായാലും കൂടുതലും ലൂസ് ഹെയർ സ്റ്റൈലിംഗ് ആണ് കൂടുതൽ പ്രിഫറൻസ്. സോ ഫോർ ദിസ് ഫസ്റ്റ് ലുക്ക് ലൂസ് ഹെയർ തന്നെയായിരുന്നു. സെൻറ്റർ പാർട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും കുറച്ച് ട്വിസ്റ്റുകൾ കൊടുക്കുന്ന പോലത്തെ ഒരു സ്റ്റൈലിംഗ്. ഈ ഹെയർ പീസ് ബ്രൈഡ് തന്നെ കൊണ്ടുവന്നതാണ്, സ്റ്റോൺ ആൻഡ് പേളിൻ്റെ ഹെയർ പീസ്. ഫോർ ദ മേക്കപ്പ് ഒരു എ ബ്രഷ് മേക്കപ്പ് ലുക്കായിരുന്നു. ലൈറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു എ ബ്രഷ് മേക്കപ്പ് ലുക്ക്. ലിപ് സ്റ്റെയിൻ വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ടു ഡാർക്ക്, പക്ഷേ അതിനൊരു ന്യൂട്രൽ ഫിനിഷ് കൊടുക്കുന്ന പോലത്തെ ഒരു ലിപ് ഷെയ്ഡ് വിത്ത് ദിസ് ഗൗൺ ലുക്ക്. ഹെയറിൽ ഹൈലൈറ്റിങ്സ് ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഫൈനൽ ലുക്ക്. മോസ്റ്റ്ലി ഫോർ ഓൾ ദ ലൂസ് ഹെയർ സ്റ്റൈലിങ് ഹെയർ എക്സ്റ്റൻഷൻസ് കൂടിയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്രൈഡിൻ്റെ ഹെയർ ലെങ്ത്തിന് പറ്റിയ ഒരു അളവിലുള്ള ഹെയർ എക്സ്റ്റൻഷനാണ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഹെയർ എക്സ്റ്റൻഷന് കുറച്ച് അഡ്വാൻറ്റേജുകൾ എന്ന് പറഞ്ഞത് കേൾസ് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യും. മോസ്റ്റ്ലി എല്ലാ ബ്രൈഡ്സും നൈറ്റ് വെഡ്ഡിങ് ആണ്, അപ്പോൾ രാവിലെ തന്നെ അവർ റെഡിയായി പോകുന്നതാണ്. അപ്പോൾ കേൾസ് അങ്ങനെ തന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല കാര്യമുണ്ട്. ആൻഡ് ഫോർ ദ ഫോട്ടോഗ്രാഫി സെക്ഷൻസ് ഹീറ്റിനും ഹ്യൂമിഡിലും പിന്നെ നല്ല കാറ്റുള്ള സ്ഥലത്തൊക്കെ അവർ നിൽക്കുമ്പം ഹെയർ ഇൻ പ്ലേസിൽ തന്നെ കുറച്ച് വെയിറ്റ് ആയിട്ട് തന്നെ കിടക്കും. ബ്രൈഡ് ഒരു കാസ്കേഡ് ബൊക്കെ ആയിരുന്നു ഈ ലുക്കിൻ്റെ കൂടെ ചെയ്തത്. ലില്ലീസും ലില്ലി ബഡ്സും യുക്കാലി ലീഫിൻ്റെ ഒക്കെ ഒരു കാസ്കേഡിങ് ഷേപ്പ്. ആൻഡ് ദിസ് ഈസ് ഹെർ ഫൈനൽ ലുക്ക്. എനിക്ക് പേഴ്സണലി ഈ ലിപ് കോംബോ ഫുൾ ലുക്കിൻ്റെ കൂടെ നല്ല ചേർന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് മന്ത്രകോടിക്കും കൂടിയിട്ട് ഒരു മാച്ചിങ് ലുക്ക് കൊടുക്കാനായിട്ടാണ് ഈ കളർ തന്നെ ചൂസ് ചെയ്തത്. ഷീ ഓൾസോ പെയർഡ് എ വെരി സ്മോൾ ബ്യൂട്ടിഫുൾ ഡയമണ്ട് മാലയും കമ്മലിൻ്റെയും ചെറിയ പീസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി വന്നപ്പോൾ നല്ല ക്യൂട്ട് ലുക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലുക്സിൻ്റെ കൂടെ ഒരുപാട് വലിയ ഇമിറ്റേഷൻ ജ്വല്ലറീസ് ഒന്നും ആഡ് ചെയ്യാത്ത നല്ലത്. സിമ്പിളാക്കുക, മാക്സിമം മിനിമൽ ജ്വല്ലറീസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ഗൗണിലേക്കും ബ്രൈഡിൻ്റെ ആ ലുക്കിലേക്ക് കുറച്ചുകൂടി എലഗൻസ് കിട്ടും അത്. ആൻഡ് ദിസ് ഈസ് ദ നെക്സ്റ്റ് ബ്രൈഡ് ഫ്രം ദ ഡേ. ഇവിടെ ഗൗൺ ലുക്കിൻ്റെ കൂടെ മുടി നല്ലതായിട്ട് കെട്ടി വെച്ചിട്ടുള്ളൊരു സ്റ്റൈലിംഗ് ആണ്. കുറച്ച് നീറ്റായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലിംഗ് എന്ന് തന്നെ പറയാം. അധികം മെസ്സി ഒന്നും ആക്കിയിട്ടില്ല, ബട്ട് ഫ്രണ്ടിൽ 2 ഹെയർ ടെൻഡിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒരു ഗ്ലോവി ഫിനിഷിലുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഈ ബ്രൈഡൽ മേക്കപ്പ് ലുക്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്രൈഡ്സിന് ഹെയർ അപ്ഡൂസാണ്. മേ ബി ഇറ്റ്സ് ലോ ആണെങ്കിലും ഹൈ ആണെങ്കിലും അല്ലെങ്കിൽ മിഡ് ലെവലാണെങ്കിലും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ കെട്ടി വെക്കുകയാണെങ്കിൽ ബ്രൈഡ്സിന് നമ്മുടെ ഈ കേരള ഹ്യൂമിഡ് ആയിട്ടുള്ള ഈ വെതറിലൊക്കെ കുറച്ചും കൂടി സുഖമായിട്ട് നിൽക്കാൻ കഴിയും. ആൻഡ് ഇഫ് ദേ ഹാവ് എനി കൈൻഡ് ഓഫ് ഡ്രസ് ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇങ്ങനെ കെട്ടി വയ്ക്കുന്ന സ്റ്റൈലിങ്സ്. അതുപോലെ കുറച്ച് നല്ല ഹെവി വർക്കിംഗ് ഉള്ള സാരിയോ ഗൗണോ ഒക്കെ ആണെങ്കിലും കെട്ടി വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. വിത്ത് ദിസ് ഹെയർ സ്റ്റൈലിങ് പേൾസും ഫ്ലവറിൻ്റെയും കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഹെയർ ആക്സസറിയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. എഗൈൻ ഈ ബ്രൈഡിനും കുറച്ച് ഹെയർ ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നു, അത് ബ്യൂട്ടിഫുള്ളി വന്നിട്ടുണ്ട്. ആൻഡ് ഫോർ ഹെർ ഒരു സ്പെസിഫിക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നത് നല്ല റെഡ് ലിപ് സ്റ്റെയിനിൻ്റെ കൂടെ ഗ്ലോസി ആയിട്ടുള്ളൊരു ലുക്ക് വേണം എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ലുക്കിൻ്റെ കൂടെ മാല ഫുള്ളി അവോയ്ഡ് ചെയ്യാമെന്നാണ് ബ്രൈഡ് വിചാരിച്ചത്. പക്ഷേ ഫുൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ ബ്രൈഡിന് ഒരു മാല വേണം എന്ന് തോന്നി. സർപ്രൈസിംഗ്ലി ഈ തിരക്കിൻ്റെ ഇടയിൽ ബ്രൈഡ് ഒരു മാല അറേഞ്ച് ചെയ്തു. അതും കൂടി ഇട്ട് റെഡി ആയിട്ടാണ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. ഈ ബ്യൂട്ടിഫുൾ കാസ്കേഡിംഗ് ബ്രൈഡൽ ബൊക്കെ ഈസ് ഫ്രം ജെനി ഫ്ലോറൽ കോച്ചുവ. ഈ റെഡ് ആൻഡ് ഓഫ് വൈറ്റ് കളറിൽ നിറയെ ബെറീസും ഗോൾഡൻ ലീഫും അതുപോലെ ഗ്രീൻ ലീഫും ഒക്കെ ഒരു മിക്സ് ആയിട്ട് ചെയ്ത ഒരു കസ്റ്റം ബൊക്കെയാണ്. ആൻഡ് ഷീ ഓൾസോ ഹാഡ് ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെയും ഒരു ഹാർട്ട് ടാഗും കൂടിയിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നത് വിത്ത് ദ മാല. ഇങ്ങനെ മാല ഇട്ടതാണോ ഇടാഞ്ഞതാണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻസിൽ പറഞ്ഞേക്കണേ. സോ ടു ദ നെക്സ്റ്റ് ബ്രൈഡ്.
ബ്രൈഡിൻ്റെ ഒരു ഫ്ലഫി ബോൾ ഗൗൺ പോലെ ഒരു ഗൗണായിരുന്നു. ഈ ലുക്കിൻ്റെ കൂടെയും ലൂസ് ഹെയർ സ്റ്റൈലിംഗ് ആണ് ബ്രൈഡ് പറഞ്ഞത്. ഈ ബ്രൈഡിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ലാസ്റ്റ് ഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലരെങ്കിലും കണ്ടിരിക്കും. എൻഗേജ്മെൻറ്റ് ലുക്കിനും ലൂസ് ഹെയർ സ്റ്റൈലിംഗ് തന്നെയായിരുന്നു ആഗ്രഹം. എല്ലാത്തിനും ഒരു ലൂസ് ഹെയർ സ്റ്റൈലിംഗ് തന്നെയാണ് ഇഷ്ടമെന്ന് തോന്നുന്നു, ഒരു കുറച്ചും കൂടി ഒരു ക്യൂട്ട് ലുക്ക് കിട്ടാനായിട്ട്. ബ്രൈഡിന് ഓവറോൾ സട്ടിൽ ന്യൂട്രൽ കളേഴ്സ് വരുന്ന പോലെ ഒരു മേക്കപ്പ് ലുക്കായിരുന്നു. കാരണം ഇതിൽ റെഡ് ഒന്നുമില്ല, അതുപോലെ ഐ മേക്കപ്പ് ലുക്കിനൊന്നും അധികം പിങ്കോ അധികം ഗോൾഡൻ കളേഴ്സോ ഒന്നും വരാതെ എല്ലാം ഒരു നാച്ചുറൽ ന്യൂട്രൽ ലുക്കിൽ വരുന്നത് പോലെയാണ്. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്തേക്കുന്ന ലിപ് കളറ് മോസ്റ്റ്ലി എൻ്റെ ബ്രൈഡ്സിനൊന്നും അധികം ഇഷ്ടമാവാറില്ല. അത് ഒരുപാട് ഒരു ന്യൂട്രൽ ന്യൂഡ് ലുക്കിലേക്ക്, ഒരുപാട് ഒരു ലൈറ്റർ ലുക്കിലേക്ക് പോകുന്ന ഒരു ലിപ് കളറാണ്. പക്ഷേ ഫോർ ഹെർ അത് നല്ലതായിട്ട് മാച്ച് ചെയ്തു ആൻഡ് ഷി വാസ് വെരി കംഫർട്ടബിൾ വിത്ത് ദ ഷെയ്ഡ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒട്ടും ബ്രൈറ്റ് ആക്കിയില്ല, വേറെ റെഡ് ടോൺസ് ഒന്നും ഞാൻ ആഡ് ചെയ്തില്ല. പിന്നെ ബ്രൈഡിന് നല്ലൊരു ഗ്ലോസി ഫിനിഷ് ലിപ് ടോണിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് തന്നെ നന്നായിട്ടൊന്ന് ഗ്ലോസി ആക്കി കൊടുത്തിട്ടുണ്ട്. ബട്ട് കെപ് ദിസ് സെയിം കളർ. ബ്രൈഡിൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ ഹെയറും മേക്കപ്പും ഡ്രേപ്പിങ്ങും എല്ലാം. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനൊന്ന് വിട്ടുപോയി. എനിവേയ്സ് ഇതാണ് നമ്മുടെ ബ്രൈഡ്. ഓൾ ഗ്ലോവിങ് ഷൈനി സ്കിൻ ലൈക്ക് ഗ്ലോ വരുന്ന പോലത്തെ ഒരു മേക്കപ്പ് ലുക്ക് തന്നെയായിരുന്നു. ബ്രൈഡിൻ്റെ എൻഗേജ്മെൻറ്റ് ലുക്ക് ഒരു ഫുൾ റെഡ് കളർ, റെഡ് ടോണിലായിരുന്നു. അതിൽ വലിയ ചങ്കി ജ്വല്ലറീസൊക്കെ ആഡ് ചെയ്ത പോലത്തെ. പക്ഷേ ഇത് കുറച്ചുകൂടി ലൈറ്റായിരുന്നു. ആൻഡ് ഇത് തന്നെയാണ് ബ്രൈഡിനും ഒരുപാട് ഇഷ്ടമായി, എനിക്കും ചെയ്തിട്ട് വെഡിങ് ലുക്കാണ് കുറച്ച് കൂടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബ്രൈഡിൻ്റെ ഈ ഗൗൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എംലോഫ്റ്റിൽ നിന്നാണ്. അവരും നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഹെയർ സ്റ്റൈലിങ്ങിന് സൈഡ് പാർട്ട് വിത്ത് ചെറിയ ട്വിസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് എഗൈൻ ബ്രൈഡിൻ്റെ ഹെയർ കളർ ഉണ്ടായിരുന്നു വിച്ച് മെയ്ഡ് ദിസ് ഓവറോൾ വെരി പ്രിറ്റി. പിന്നെ എന്തായാലും നമ്മുടെ സിഗ്നേച്ചർ പേൾ പീസ് ബ്രൈഡ്സിന് ഉണ്ടാവുമല്ലോ, സോ അതും കൂടി വെച്ചു. പിന്നെ ഗൗണിൽ ഫുൾ പേഴ്സ് ആയതുകൊണ്ട് അത് നല്ല മാച്ചിങ് ആയിട്ട് പോയി. ബ്രൈഡിൻ്റെ ഐസ് കുറച്ച് ഹൂഡഡ് ആയിരുന്നു, അപ്പോൾ അധികം സ്മോക്കി ആവാതെ സിമ്പിൾ ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ ഐ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. എനിവേ ഈ ലുക്കിൻ്റെ കൂടെ അധികം സ്മോക്കി ഐ മേക്കപ്പും വേണ്ട, അതുകൊണ്ട് ഇതൊരു ക്ലീൻ ലുക്കായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ബ്ലഷസ് മാത്രം കുറച്ച് നന്നായിട്ട് ഇട്ടു. പിന്നെ ഇതിനൊക്കെ പെയർ ചെയ്യാൻ നല്ല ഭംഗിയുള്ള ചെരുപ്പും കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചെരുപ്പുകളൊക്കെ ഇവിടെ ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ ആണെങ്കിൽ ബ്രൈഡ്സ് ഉറപ്പായിട്ട് നിങ്ങൾ പുറത്തുനിന്ന് തന്നെ ഇങ്ങനെയുള്ള നല്ല പീസസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് വരിക. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ ബ്രൈഡ്സ് ടു ഫൈൻഡ് സച്ച് സാൻഡൽസ് ഹിയർ ഇൻ കേരള. ആഫ്റ്റർ ഫുൾ ഡ്രസ്സിങ്, ഹെയറും മേക്കപ്പും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പണ്ട് തൊട്ടേ എങ്ങനെയാണ് എൻവിഷൻ ചെയ്തത് അവരുടെ വെഡ്ഡിങ്ങിനെ കുറിച്ച്, അവർ ആ ഒരു ഡ്രീമിൽ തന്നെയാണല്ലോ നിൽക്കണേ. ആ ഒരു ടൈം എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നേരം നമ്മൾ ഫോട്ടോഷൂട്ടിനായിട്ട് എടുക്കും. പിന്നെ അതൊരു റിഹേഴ്സലാണ് ഫോർ ദ മെയിൻ ഡേ. ബിഫോർ ഗോയിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് അവർ എൻ്റെ ഫോണിലായിരിക്കും അവർ പോസ് ചെയ്യാനും എങ്ങനെ ചിരിക്കണേന്നും ഏതാ ആംഗിളാണെന്നൊക്കെ ഒന്ന് പഠിക്കും. ഫൈനലി നമ്മുടെ ബ്രൈഡ് ഇറങ്ങാണ് നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എനിക്ക് ടാറ്റയൊക്കെ തന്ന് ആൻഡ് ഓൾസോ ബ്ലോവിങ് അവർ ഫ്ലൈങ് കിസ്. ആൻഡ് ദിസ് ഇസ് അവർ നെക്സ്റ്റ് ബ്രൈഡ് വിത്ത് ദിസ് ആൻറ്റിക് ഗോൾഡ് വെഡ്ഡിങ് സാരി. നല്ല റെഡ് ബൊക്കെ വിത്ത് ഗോൾഡൻ ഫില്ലേഴ്സ് ആണ് ചെയ്തത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ കസ്റ്റമൈസ്ഡ് ഫ്രം ജെനി ഫ്ലോറൽ കോച്ചുവ. അതുപോലെ ബ്രൈഡിൻ്റെ സിസ്റ്ററിൻ്റെ ഈ ഹെയർ പീസും അവിടെ തന്നെ ചെയ്തു. ബ്രൈഡിൻ്റെ ഈ ബ്രൈറ്റ് റെഡ് ബൊക്കയ്ക്കൊപ്പം മാച്ചിങ് ആയിട്ട് നല്ല ബ്രൈറ്റ് റെഡ് കളറും ആൻഡ് ഗോൾഡൻ പിപ്സും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മാച്ചിങ് ഹെയർ പീസും കൂടിയിട്ട് കസ്റ്റമൈസ് ചെയ്തു. ബ്രൈഡ് ഒരു ഏർലി മോർണിംഗ് ബ്രൈഡായിരുന്നു, ദൂരേക്ക് തന്നെ ലീവ് ചെയ്യാനുള്ളതുകൊണ്ട്. സോ കുറച്ച് ഫൈനൽ ലുക്ക് മാത്രമാണ് ഞാനൊന്ന് ക്യാപ്ചർ ചെയ്തത്. ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോസും വർക്ക്സൊക്കെ കണ്ടിരുന്നെങ്കിൽ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഫേവറേറ്റ് ലുക്ക് ഏതാണെന്നും എന്തോരം ഇഷ്ടമായെന്നുള്ളതെല്ലാം ഒന്ന് കമൻസിൽ അറിയിച്ചേക്കാം. ജെനി പ്രൊഫഷണൽ മേക്കപ്പ്.